ഇനി നമ്മളുടെ സെക്കൻഡ് ടൈപ്പ് സ്ട്രാറ്റജി അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ട്രാറ്റജി. ഫസ്റ്റ് നമ്മൾ എന്താണ്, ഫസ്റ്റ് പുൾ ബാക്കിൽ എൻട്രി എടുക്കുന്ന കൺസെപ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് പുൾ ബാക്കിൽ എൻട്രി എടുക്കുന്ന കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ചാർട്ടുകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ആ സ്റ്റോക്ക് ഒത്തിരി നാൾ ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. അതായത് ഒരു സ്റ്റോക്ക് മൂവ് ചെയ്ത് മുകളിൽ പോയി അവിടെ ഒരു കൺസോൾട്ടേഷൻ ഒക്കെ നടത്തി, പിന്നെ എത്രയാണ് ഈ ഒരു ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 3 months അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് വരുന്നുണ്ട്. എനിക്കറിയാം ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത പല ആൾക്കാരും, ഇല്ലെങ്കിൽ ഈ കോഴ്സിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന പല ആൾക്കാരും നമ്മളുടെ റീസെൻ്റ്ലി ഉള്ള കോഴ്സ് കണ്ടിട്ട്, അതായത് നമ്മളൊരു സ്റ്റോക്ക് എടുത്ത് 4-5 ദിവസം കഴിയുമ്പം, 6-7 ദിവസം കഴിയുമ്പം പെട്ടെന്ന് പെർഫോം ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോക്കിൻ്റെ സെലക്ഷൻസ് കണ്ടിട്ട് വന്നവരായിരിക്കും കൂടുതൽ. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പുൾ ബാക്കിലൊക്കെ നല്ല എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം റൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പെട്ടെന്ന് 5-10% കിട്ടി എക്സിറ്റ് ആകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ആ ഫസ്റ്റ് പുൾ ബാക്ക് കൺസെപ്റ്റ് പറഞ്ഞത്. ചിലപ്പം ചില സ്റ്റോക്കുകളുടെ ഏറ്റവും ബോട്ടത്തിലായിരിക്കും നമ്മൾ കയറുന്നത്, പക്ഷെ നമ്മൾ 5%, 10% എടുത്ത് ഇറങ്ങിപ്പോവും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തൊരു സ്റ്റോക്ക് ഏതാണ്, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഓക്കെ, ഞാൻ ടെലിഗ്രാമിൽ പറയുന്ന കോളോ ഇല്ലെങ്കിൽ യൂട്യൂബിൽ പറയുന്ന കോളിന് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്റ്റോക്കുകളുടെയും കേസിൽ, പല സ്റ്റോക്കുകളും ഞാൻ ബൽറാംപൂർ ചിന്നി വിറ്റിട്ടില്ല, ഞാൻ പല സ്റ്റോക്കുകളും വിറ്റിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു തരാം. MEGH നമ്മൾ ഏകദേശം 90 ലെവലിലാണ് മേടിച്ചത് അല്ലേ, 90-ലാണ് മേടിച്ചത്. 90-ലെ ബ്രേക്ക്ഔട്ടിലാണ് നമ്മൾ എൻട്രി എടുത്തത്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഈ ബ്രേക്ക്ഔട്ട് പോയിന്റിലാണ് നമ്മളുള്ളത്. ഈ ബ്രേക്ക്ഔട്ട് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, ട്രെൻഡ് ചേഞ്ച് ആയതിനു ശേഷം അല്ലേ. എവിടെയാണ് ട്രെൻഡ് ചേഞ്ച് ആയത്, ഇതാണ് ട്രെൻഡ് ചേഞ്ച് ആയത് അല്ലേ. അതായത് ഏകദേശം ഈ ഒരു പോയിന്റിൽ നമുക്ക് മൂവിങ് ആവറേജിന്റെ ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ടാവും, മുകളിൽ പോയി. ഇത് നമ്മളുടെ ഫസ്റ്റ് പുൾ ബാക്ക് സോൺ പ്ലസ് ബ്രേക്ക്ഔട്ട് ആയിരുന്നു. ആ ബ്രേക്ക്ഔട്ടിന് ശേഷം ആ സ്റ്റോക്ക് ഏകദേശം 140 മുകളിൽ വരെ പോയി. അതായത് നമ്മൾ 90 രൂപയ്ക്ക് എൻട്രി എടുത്ത ഒരാൾക്ക് 150 രൂപ 140 രൂപ വരെ എന്ന് പറയുമ്പോൾ 50 രൂപ പോയി. അതായത് 50% പ്ലസ് നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ കിട്ടി. നമുക്ക് പല സ്റ്റോക്കുകളിലും ഫസ്റ്റ് പുൾ ബാക്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിട്ടേൺ എടുക്കാൻ വേണ്ടി പറ്റണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കയറി ഇവിടെ ഇറങ്ങുന്നതിൽ കഥയില്ല. പക്ഷെ ഞാൻ നമ്മളുടെ ടെലിഗ്രാമിലും യൂട്യൂബിലും പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പിന്നിലെ തിയറി പല ആൾക്കാർക്കും അറിയത്തില്ലാത്തതുകൊണ്ട്, ഒരു സ്റ്റോക്ക് ഇതൊരു ബ്രേക്ക്ഔട്ട് പോയിന്റ് ആണ്, ഞാൻ 100-ന് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും 100-ന് മേടിച്ച് ഇത് 105 എത്തുമ്പോഴേ ടെൻഷനാണ്, ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യട്ടെ എന്നുള്ളൊരു ടെംപ്റ്റേഷനാണ്. കാരണം എന്താണ്, പല തരത്തിലുള്ള ആൾക്കാരാണ് നമ്മളുടെ ടെലിഗ്രാം ചാനലുള്ളത്. അവർ ഒത്തിരി ക്വാണ്ടിറ്റി എടുത്തവരുണ്ട്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തവരുണ്ട്. ഇതിനുള്ളിൽ ആരാണ് ഇവരെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി എടുത്തവർ 105 എത്തുമ്പോഴേ ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പം എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ 130 വരെ ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ റൈഡ് ചെയ്യും. കാരണം വെച്ചാൽ എനിക്ക് ഉറപ്പില്ലല്ലോ ഇത് പോകുമോ ഇല്ലയോ എന്ന്. ഒരിക്കലും ഒരു സ്റ്റോക്ക് എവിടെ വരെ പോകുമെന്ന് നമുക്ക് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ആകെ അറിയാവുന്നത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നും മുകളിലോട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യുമെന്നും മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ നിൽക്കുമ്പം പല ആൾക്കാരും പേഴ്സണൽ മെസ്സേജ് അയക്കും. അവരോട് ഞാൻ വേണ്ട ഹോൾഡ് എന്ന് പറഞ്ഞ് സപ്പോസ് ഇത് താഴോട്ട് വന്ന് 80-ൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് തന്നെ അവർക്ക് വലിയ നഷ്ടം വരും. അപ്പം അതിന്റെ പഴി മൊത്തം ആരുടെ മേളിലിരിക്കും. കാരണം വെച്ചാൽ അവരെന്നോട് ഈ ഒരു ലെവലിലെത്തിയപ്പം അവർ പറയും 110 രൂപ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചതല്ലേ നിഖിലിനോട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യട്ടെ, അന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിലും ബുക്ക് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലല്ലോ. മീൻസ് അവരുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യായമായിട്ടുള്ള നമ്മളെടുത്ത 10 രൂപ റിസ്കിന് 10 രൂപ ലാഭം കിട്ടിയാൽ ഞാൻ അപ്പം തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തോളാൻ പറയും. അതൊരിക്കലും ആ സ്റ്റോക്ക് അതിൻ്റെ അർത്ഥം ഇനി മുകളിലോട്ട് പോകില്ല എന്നല്ല. ഇപ്പൊ ഈവൻ ഇന്നലെ ഞാൻ കൊടുത്തു, ഇന്നലെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്ന കോൾസ് ആയിരുന്നു സംഘവി മൂവേഴ്സ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഈ ഒരു സ്റ്റോക്കിന്റെ എന്താണ് ഇതിന്റെ ചാർട്ട് നിങ്ങൾ കണ്ടിട്ട് പറ, ഇത് എന്താണ്, ഏത് പോയിന്റ് ആണിത്. ആക്ച്വലി ട്രെൻഡ് ചേഞ്ച് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് ആയത്, ഇത് പെർഫെക്റ്റ് എൻട്രി ആണ് ആക്ച്വലി.
അല്ലേ? ഇനി ഈ ഒരു പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു പോയിന്റും കൂടെ അത് ടേക്ക് ഓഫ് ചെയ്തതിന്റെ മീൻസ് അത് എടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചിലപ്പോൾ നമുക്ക് 200 അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? പക്ഷെ സമയമെടുക്കും. ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും, ഈ ഒരു സ്റ്റോക്ക് ഇവിടം വരെ പോയിട്ട് ഫെയിൽ ആയിട്ട് വേണമെങ്കിൽ താഴോട്ട് വരാം. ഇനി ഫെയിൽ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ പോയിട്ട് വീണ്ടും ഈ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്, സെക്കൻഡ് പുൾ ബാക്ക് വന്നിട്ട്. അപ്പൊ ഇവിടെ പല ആൾക്കാരും ചാടി കയറി 138 139 മേടിച്ചവര് ഇത് വീണ്ടും തിരിച്ച് 100 രൂപയിലോട്ട് വരുമ്പോൾ എന്താണ്, നിഖിൽ പറഞ്ഞത് കൊണ്ടല്ലേ, ഇല്ലെങ്കിൽ നമ്മളത് ഹോൾഡ് കാരണം വെച്ചാൽ അവർക്ക് അറിയില്ല ഇതിന്റെ പിന്നിൽ ഞാൻ എന്തുകൊണ്ടാണ് ബൈ തരുന്നത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു പോയിന്റിൽ പല ആൾക്കാരും കയറുമ്പോൾ എന്ത് വിചാരിക്കും, സോറി, ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്തായിരിക്കും, അവർക്കത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഈ നമ്മളുടെ ഇപ്പൊ കോഴ്സ് എടുത്ത പല ആൾക്കാരടക്കം തന്നെ അതിനുള്ളിൽ എൻട്രി എടുത്തിട്ടുണ്ടാവും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുന്നത് ചിലപ്പോൾ ഹ്യൂജ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഇത് കൊണ്ടു കിടക്കാൻ പറ്റില്ല, നമുക്ക് ഇതിന്റെ മുഴുവൻ ഗെയിൻസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പൊസിഷൻ സൈസിങ് പറയാം, എന്നാലും ചെറിയ ക്വാണ്ടിറ്റിയിലൂടെ കയറുക. മനസ്സിലായില്ലേ? നമ്മളുടെ സ്റ്റോപ്പ് ലോസ് സപ്പോസ് ഇവിടെ ആണെന്ന് വിചാരിച്ചോ, 100 രൂപയ്ക്ക് നമ്മൾ മേടിച്ചു, 126 നമ്മുടെ ബൈ, 100 രൂപ സ്റ്റോപ്പ് ലോസ്, 26 രൂപ ഇട്ടു എന്ന് വിചാരിച്ചോ. നമുക്ക് എവിടെയാണ് ഈ ഒരു ലെവൽ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുക, അല്ലെ? എത്ര 180 കൊടുക്കുക നമുക്ക് ടാർഗറ്റ്. നമുക്ക് എത്രയായി, 126 എൻട്രി എടുത്തിട്ട് 180 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 60 രൂപ കിട്ടിയെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഈ 60 രൂപ 20 രൂപ സ്റ്റോപ്പ് ലോസിൽ 60 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:3 കിട്ടി. മനസ്സിലായില്ലേ? 1:3 കിട്ടി. ഇത് പെർഫെക്റ്റ് എൻട്രി ആണ്. പക്ഷെ എനിക്കിത് ചാനലിൽ അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ ഉറപ്പുണ്ടോ ഇവിടെ പോകുന്നില്ല, ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാം. ഇങ്ങനെയുള്ള 3, ഇപ്പൊ നിങ്ങളൊരു 5 ട്രേഡ് എടുത്തു എന്ന് വിചാരിച്ചു, ഇങ്ങനെയുള്ള 2 എണ്ണം നിങ്ങൾക്ക് സക്സസ് ആയാൽ മതി. 2 എണ്ണം ഓക്കെ, നമ്മൾ ഒരു ട്രേഡിൽ 1000 രൂപ റിസ്ക് ചെയ്യുന്ന ഒരാളാന്ന് വിചാരിച്ചോ. നമുക്ക് എത്രയാണ് 2 ട്രേഡിൽ 1:3 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 6000 രൂപ കിട്ടി. മനസ്സിലായില്ലേ? അടുത്ത ഒരു 3 ട്രേഡില് 1000 വീതം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വിചാരിച്ചോ. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം കുറച്ച് മുകളിൽ പോയി താഴോട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വിചാരിച്ചോ. നമുക്ക് 3000 പോയി എന്ന് വിചാരിച്ചോ. ഓരോ ട്രേഡിലും 1000 വെച്ച് 3000 പോയി എന്ന് വിചാരിച്ചോ. എന്നാലും നമ്മൾ നെറ്റ് എത്രയാണ്, 3000 രൂപ ലാഭത്തിൽ നിൽക്കും. മാത്രമല്ല നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ എന്താണ്, നമ്മൾ ചെറിയ റിസ്ക് എടുക്കുന്നു, 1000 രൂപ റിസ്ക് എടുക്കുന്നു, ചെറിയ ക്വാണ്ടിറ്റി എടുക്കുകയുള്ളൂ. അല്ലാതെ ഇവിടുന്നേ കയ്യിലുള്ള പൈസയ്ക്ക് മൊത്തം മേടിച്ചിട്ട് ഇത് തിരിച്ചു വന്ന് ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്യാപിറ്റൽ തന്നെ തീർന്നു പോകുന്ന രീതിയിലല്ല നമ്മൾ എടുക്കുന്നത്. നമ്മളെന്താണ്, നമ്മളുടെ കയ്യിലെ പൈസയുടെ ചെറിയൊരു പൈസയ്ക്കാണ് നമ്മളിവിടെ എൻട്രി എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം എപ്പോഴും ഹ്യൂജ് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പുൾ ബാക്ക് പറഞ്ഞ, ഫസ്റ്റ് പുൾ ബാക്കിലൊക്കെ എൻട്രി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എൻട്രി ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പറഞ്ഞു വന്നത് ദ ബെസ്റ്റ് മൊമെന്റം ട്രേഡിംഗ് സ്ട്രാറ്റജി, അല്ലേ? ബെസ്റ്റ് മൊമെന്റം ട്രേഡിംഗ് സ്ട്രാറ്റജി, അതായത് 3-4 ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യേണ്ടവർക്കും ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യേണ്ടവർക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മൊമെന്റം ഉള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഉത്തരം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്താണ് മൊമെന്റം ഉള്ള സ്റ്റോക്ക്? നമുക്ക് കാണാം, മൊമെന്റം ഉണ്ടാകുന്നത് പലപ്പോഴും ലീഡിംഗ് ആയിട്ടുള്ള സെക്ടർ സ്റ്റോക്കുകളിലായിരിക്കും. അതായത് ചില സമയത്ത് ചില സെക്ടർ അല്ലെങ്കിൽ ചില സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഈവൻ ഇന്നലത്തെ കേസ് എടുത്തിട്ട് സ്റ്റോക്കുകൾ നമ്മൾ നോക്കുമ്പം എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടാക്കുന്ന കമ്പനിയുടെ സ്റ്റോക്കുകളും 10-15% പോയിട്ടുണ്ട്. കാരണം എന്താണ്, കൊറോണ കൂടുവാണ്, ഗ്യാസ് സിലിണ്ടറിന്റെ ആവശ്യം വരും, അതുകൊണ്ട് ഗ്യാസ് സിലിണ്ടറിന്റെ സ്റ്റോക്കുകൾ കൂടുന്നു. അപ്പം ഈ സ്റ്റോക്ക് നമുക്കിങ്ങനെ നേരത്തെ കണക്ക് കൂട്ടി എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല. ഗ്യാസ് അടുത്തത് ഇപ്പം കൊറോണ വരാൻ പോവാണ്, അതുകൊണ്ട് ഗ്യാസിന്റെ ഇത് കൂടും, ഓക്കെ. ഇല്ലെങ്കിൽ ഇനി ഇങ്ങനെ സംഭവിക്കാൻ പോവാണ്, അതുകൊണ്ട് മെറ്റൽ സ്റ്റോക്കുകൾ കിട്ടും, അന്ന് നമ്മൾ സെയിൽ സെലക്ട് ചെയ്തു. അങ്ങനെ നമുക്ക് എപ്പോഴും എന്താണ്, ലീഡിംഗ് ആയ സെക്ടർ സ്റ്റോക്കുകൾ എടുക്കണം. ഓക്കെ, സെക്ടർ സ്റ്റോക്കുകൾ നമുക്ക് എടുക്കണമെന്നറിയാം. പക്ഷെ ഇത് ഏതാണ് നെക്സ്റ്റ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റീസെന്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വീക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെറ്റൽ സെക്ടർ ആയിരുന്നു നല്ല രീതിയിൽ പെർഫോം ചെയ്ത്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗെയിലിൽ കയറി, അല്ല ഗെയിലല്ല സെയിലിൽ കയറി, അല്ലെ? സെയിലിൽ നമ്മൾ 80 കയറി 95 നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. 95 അല്ല 100 വരെ പോയി. ഓക്കെ, ഇനി രണ്ടാമത്തെ, അതായത് 80 കയറി 100 എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാണ്, നമുക്ക് 25% കിട്ടി. രണ്ടാമത്തത് സെക്ടർ ലീഡ് ചെയ്തത് ഷുഗർ സെക്ടർ ആയിരുന്നു.
അതിനുള്ളിൽ നമ്മൾ ബൽറാംപൂർ ചിന്നയിൽ കയറി. ഓക്കെ, 225 കയറി 265 വരെ പോയി. ഏകദേശം എത്രയായി? 20% റിട്ടേൺ അതിലും കിട്ടി. മൂന്നാമത്തത് ഗ്യാസ് സിലിണ്ടർ ആണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. അതിനുള്ളിൽ എവർകാൻഡോ നല്ലൊരു ബ്രേക്ക്ഔട്ടാണ്. ഇന്നലെ നമ്മൾ ചാർട്ടിൽ സംസാരിച്ചിരുന്നു. ഓക്കെ, മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടെ നമുക്ക് ചാർട്ടിലോട്ട് തന്നെ പോയിട്ട് പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എവർകാൻഡോ സിലിണ്ടർ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലേ ഇത് നല്ലൊരു ബ്രേക്ക്ഔട്ട് ആണെന്ന്. ഇല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് പിക്കപ്പ് ചെയ്യാമായിരുന്നു പറഞ്ഞു. നമ്മളുടെ എന്ത് വെച്ചിട്ട് പുൾ ബാക്ക് സ്കാനർ വെച്ചിട്ട് പിക്കപ്പ് ചെയ്യായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ബ്രേക്ക്ഔട്ടിൽ എൻട്രി ഇന്നലെ എടുക്കാമെന്ന് പറഞ്ഞു. ഇനി ഇത് ഇന്നോ നാളെയോ പെർഫോം ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ലേ? മോസ്റ്റ്ലി. അപ്പം എന്താണ്, നമുക്ക് സിലിണ്ടർ കമ്പനി നമ്മൾ ക്യാച്ച് ചെയ്തു. ഇതൊക്കെ ഏതാണ്? മൊമെന്റം ട്രേഡിംഗ് ആണ് അല്ലേ? അപ്പം നമുക്ക് മൊമെന്റം ട്രേഡിങ്ങിൽ എന്താണ് വേണ്ടത്? ബെസ്റ്റ് ലീഡിംഗ് ആയിട്ടുള്ള സെക്ടർ സ്റ്റോക്കുകൾ വേണം. അതുപോലെ തന്നെ നല്ല വോളിയം ഉള്ള സ്റ്റോക്കുകളായിരിക്കണം അല്ലേ? ഇല്ലെങ്കിൽ നല്ല വോളിയം വരുന്ന സ്റ്റോക്കുകളായിരിക്കണം. പല ആൾക്കാരും ഇപ്പം വോളിയം വെച്ചിട്ട് ട്രേഡ് ചെയ്യാറില്ല. വോളിയം മാത്രം വരുന്ന സ്റ്റോക്കുകൾ എടുത്തിട്ട്, ഇല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടിനോടൊപ്പം നല്ല വോളിയം വന്നു ആ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ സെക്ടർ ലീഡിംഗ് ആയിരിക്കണം. മൂന്നാമത്തെ എന്താണ്? ഓഫ് കോഴ്സ് റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ആയിരിക്കണം അല്ലെ? റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ആയിരിക്കണം. നാലാമത്തത്, നമ്മൾക്ക് ഇത്രയും ക്രൈറ്റീരിയകൾ നിറഞ്ഞ സ്റ്റോക്കുകൾ എവിടെ കിട്ടും? ഇത്രയും കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എവിടെ കിട്ടും? ആ സ്റ്റോക്കുകൾ എവിടെ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്റ്റോക്കുകളൊക്കെ ഒരു സ്ഥലത്തുണ്ട്. ആ സ്റ്റോക്കുകളൊക്കെ 52 വീക്ക് ഹൈയിലുണ്ടാവും. 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2016 മുതൽ 52 വീക്ക് ഹൈ സ്റ്റോക്കുകൾ വെച്ച് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. 2016 നല്ലപോലെ ട്രേഡ് ചെയ്തു. 2017 നല്ലപോലെ ട്രേഡ് ചെയ്തു. പക്ഷെ 2018 മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ നല്ല പോലെ ഒരു കറക്ഷൻ വന്നു. ഞാൻ ചാർട്ട് എടുത്ത് കാണിച്ചു തരാം. കറക്റ്റ് 2017 ഞാൻ ട്രേഡിങ് നിർത്തി ഫുൾ ടൈമിലോട്ട് വരുന്നത്. 2017 ഞാൻ നിർത്തി ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് വരുന്നത്. സ്വിംഗ് ട്രേഡ് വെച്ച് മാത്രം ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് മാറാവല്ലോ എന്നുള്ള ചിന്തയിൽ. കാരണം വെച്ചാൽ എന്താണ്, 2013 തൊട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നു, 16 വരെ ഫെയിലിയർ ആണ്. ഞാൻ തുടക്കം തൊട്ടേ എനിക്കുള്ളൊരു ബെനിഫിറ്റ്, ഞാൻ ഇൻട്രാഡേ ആയിരുന്നില്ല ചെയ്തത് കേട്ടോ. ഞാൻ BTS ടീം സ്വിങ്ങും ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് തുടക്ക കാലങ്ങൾ തൊട്ടേ. അതുകൊണ്ട് 2013 തൊട്ട് നിങ്ങളെപ്പോലെ ഇപ്പോൾ പല ആൾക്കാരും ബിഗിനേഴ്സ് വന്നവർ ഇൻട്രാഡേ ആയിരിക്കും. പക്ഷെ ഞാൻ ഇൻട്രാഡേയിലോട്ട് ലേറ്റർ എൻ്റർ ആയ ഒരാളാണ്. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ ഫസ്റ്റ് ഇൻട്രാഡേയിലോട്ടേ വന്നില്ല. ഫസ്റ്റ് ഞാൻ വന്നത് സ്വിങ്ങിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത് ഡെയിലി ചാർട്ടുകളാണ്. ഇപ്പൊ പല ആൾക്കാരും 5 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങളിൽ കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ 15 മിനിറ്റ്സ് ആയിരിക്കും. എന്നിട്ടാണ് ഇപ്പം ഞാൻ പറയുമ്പോഴാണ് ഡെയിലിയിലോട്ട് വരുന്നതും ഇല്ലേ വീക്കിലിലോട്ടും വരുന്നത്. ഇപ്പൊ ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പേഴ്സണലി ഞാൻ ഡെയിലി ചാർട്ടിലാണ് അനലൈസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ 2016 ഞാൻ ഇത് ഫോളോ ചെയ്തു, 2017 ഫോളോ ചെയ്യുന്നുണ്ട്. 2017 പകുതിക്ക് ഞാൻ ദുബായിലായിരുന്നു. ആ സമയത്ത് നിർത്തി വന്നു ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് ഇറങ്ങാം. കാരണം എന്താണ്, സിമ്പിളാണ്. നമ്മൾ 52 വീക്ക് ഹൈ വെച്ചിട്ട് നല്ല രീതിയിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. 2 വർഷക്കാലം ഞാൻ നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഏൺ ചെയ്തു. പക്ഷെ 2017 നിർത്തി വന്നു പകുതിക്ക്. 2018 ഞാൻ ഫെയിലിയർ ആയി. കാരണം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ നല്ല പോലെ തന്നെ ക്രാഷ് തുടങ്ങി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സിന്റെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞ മന്ത്ലി കൺസിസ്റ്റന്റ് ഇൻകം സ്വിംഗ് ട്രേഡിങ്ങിൽ പ്രതീക്ഷിക്കരുത്. ഇല്ലെങ്കിൽ നിങ്ങൾ മന്ത്ലി ഇല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് റിട്ടേൺ ഇത് വെച്ചിട്ട് ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് ഇറങ്ങരുത്. കാരണം വെച്ചാൽ ഞാൻ ഫെയിലിയർ ആയിട്ടുള്ള ഒരാളാണ്. ഇതെന്താണ്, പാർട്ട് ടൈം ഇല്ലെങ്കിൽ സൈഡ് വേസ് ഇൻകം ആയിട്ട് മാത്രമേ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് കൂടെ ഉള്ളത് കൂട്ടാൻ പറ്റൂ. ഇല്ലെങ്കിൽ ക്യാപിറ്റൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം എന്താ പറയുക, 2016 ഞാൻ 10% എടുത്തിറങ്ങിയ സ്റ്റോക്കുകൾ 500-600% മൂവ് ചെയ്യുന്ന കണ്ടു. ഒരു സ്റ്റോക്കുകളല്ല, 2 സ്റ്റോക്കുകളല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, 10 അല്ല, എത്രയോ സ്റ്റോക്കുകൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇവിടെയാണ് ബൈ
52-week ഹൈ സ്റ്റോക്സ്. ഇവിടെയാണ് നമുക്ക് എല്ലാ സ്റ്റോക്കുകളും കിട്ടുക. നമ്മൾ പറഞ്ഞ ലീഡിംഗ് സെക്ടർ സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ടാവും. സെയിൽ ഇവിടെ ഉണ്ടായിരുന്നു, ബൽറാംപൂർ ചിന്നി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ സിലിണ്ടർ സ്റ്റോക്ക് എന്തായിരുന്നു അതിൻ്റെ പേര്, എവർകാണ്ടോയോ, എവറസ്റ്റ് കാണ്ടോ, അവനും 52-week ഹൈയിലാണ് ഉള്ളത്. സോ എല്ലാ സ്റ്റോക്കുകളും 52-week ഹൈയിലുണ്ടാവും. എല്ലാ സ്റ്റോക്കുകളും 52-week ഹൈയിലുണ്ടാവും. എന്താണ് 52-week ഹൈ? 52-week ഹൈ എന്ന് പറഞ്ഞാൽ ദ 52-week ഹൈ ലോ ഈസ് ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പ്രൈസ് അറ്റ് വിച്ച് സെക്യൂരിറ്റി ഹാസ് ട്രേഡഡ് ഡ്യൂറിംഗ് ദ ടൈം പീരിയഡ് ദാറ്റ് ഇക്വേറ്റ്സ് ടു 1 year. കഴിഞ്ഞ ഒരു വർഷത്തിലെ അതിൻ്റെ ഏറ്റവും വലിയ പ്രൈസ്. ഒരു സ്റ്റോക്ക് സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഒരു സ്റ്റോക്ക് അതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും ഹയർ പ്രൈസിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത്രയും ബുള്ളിഷ്നെസ് ഉള്ള വേറെ ഏത് സ്റ്റോക്കാണുള്ളത്? ഒരു സ്റ്റോക്ക് അതിൻ്റെ കഴിഞ്ഞ 52-week ഹൈയിലാണുള്ളതെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും മൊമെൻ്റം ഉള്ള, ഇത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള വേറെ സ്റ്റോക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. ഒരു സ്റ്റോക്ക് അതിൻ്റെ 52-week ഹൈ ബ്രീച്ച് ആയിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ സ്ട്രോങ് ചാൻസ് ദാറ്റ് സിഗ്നിഫിക്കൻറ്റ് ഗെയിൻസ് ആർ എഗട്ട്. ഒത്തിരി മുന്നോട്ട് പോകാനും നല്ല ഗെയിൻസും കിട്ടാനുള്ള സാധ്യതയുണ്ട് 52-week ഹൈയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ. 52-week ഹൈയിൽ എത്തുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ്? അതിന് നല്ല മൊമെന്റം ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇനി സ്റ്റോക്ക് ഡോണ്ട് ജസ്റ്റ് ഡിസൈഡ് ടു റീച്ച് 52-week ഹൈ ഫ്രം നോ റീസൺ. ഒരു റീസണും ഇല്ലാതെ ഒരു സ്റ്റോക്ക് 52-week ഹൈയിലെത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലീഡിംഗ് ആയിട്ടുള്ള സെക്ടർ സ്റ്റോക്കുകളൊക്കെ നമുക്ക് 52-week ഹൈയിൽ കിട്ടും. മനസ്സിലായോ? ലീഡിംഗ് ആയിട്ടുള്ള സെക്ടർ സ്റ്റോക്കുകളൊക്കെ 52-week ഹൈയിൽ കിട്ടും. എന്തുകൊണ്ടാണ്? ആ ലീഡിംഗ് ആയിട്ടുള്ള സെക്ടറിന് എന്തോ ഒരു കാരണമുണ്ട്, എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവനെ 52-week ഹൈയിൽ കിട്ടും. 52-week ഹൈ കട്ട് ചെയ്യാതെ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോവോ? ഇപ്പൊ പല ആൾക്കാരും പറയും ഒരു സ്റ്റോക്ക് ഞാൻ 100-ന് കണ്ടതായിരുന്നു, അതിപ്പോൾ 500-ലാണ് അല്ലേ? ഈ സ്റ്റോക്ക് 100-ൽ നിന്ന് 500-ലോട്ട് പോയത് എങ്ങനെയാണ്? ഓരോ തവണയും 52-week ഹൈ കട്ട് ചെയ്തല്ലേ മുകളിലോട്ട് പോയത്. സോ 52-week ഹൈയിൽ കൂടെ ഒരു സ്റ്റോക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്സാകില്ല. മനസ്സിലായില്ലേ? ആര് മൾട്ടിബർഗർ സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും, ആര് ഈ ഇയർലി ഇത്ര % റിട്ടേൺ കിട്ടിയ സ്റ്റോക്കാണെങ്കിലും, ആര് എന്തൊക്കെ തരത്തിൽ മൂവ് ചെയ്ത സ്റ്റോക്കാന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കൊക്കെ 52-week ഹൈ കൂടിയേ കടന്നു പോകുള്ളൂ. അപ്പം ഈ 52-week ഹൈ ഒബ്സർവ് ചെയ്യുന്നവനെ, അല്ലെങ്കിൽ 52-week എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിൽട്ടറാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വലയാണ്. ഈ 52-week വല കൂടെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൈ കൊടുക്കാതെ ആ സ്റ്റോക്ക് പോവില്ല. അതുകൊണ്ട് തന്നെ എക്സാക്ട് 52-week ഹൈ സ്റ്റോക്ക് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സ്റ്റോക്കും മിസ്സാവില്ല. അത് എടുക്കണോ വേണ്ടി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അയാൾ കാണാതെ പോകില്ല. ഇപ്പം നിങ്ങൾ വളരെ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഏതാണ് ഇപ്പം അഡാനി ഗ്രീൻ തന്നെ എടുക്കാം. ഇപ്പം അഡാനി ഗ്രീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പല ആൾക്കാരും, എനിക്കറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റോക്ക് ആയിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അഡാനി ഗ്രീൻ ഇവിടെ നിന്ന് നിന്നേ പോകുന്നതാണ് അല്ലെ? പല ആൾക്കാരും പറയും അയ്യോ 1050 എത്തി. എത്രയാണ്? 2020 തൊട്ട് ഒരു വർഷം കൊണ്ട് പോയി, അല്ലെ 2019 തൊട്ട് 2 വർഷം കൊണ്ട് പോയി, എനിക്കിത് കിട്ടിയില്ലല്ലോ. പക്ഷെ 52-week ഹൈ കട്ട് ചെയ്യുന്ന, ഇല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെയും കണ്ടിട്ടുണ്ട്, ഇവിടെ എല്ലാം കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവൻ കാണാതെ ഈ സ്റ്റോക്ക് പോയിട്ടേ ഇല്ല. ഈ സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ മേടിച്ചിട്ട് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നവരെ എനിക്കറിയാം. ഈ ലെവലിൽ ഫസ്റ്റ് പുൾ ബാക്കിൽ ഞാൻ എൻട്രി പറഞ്ഞിട്ട് ഇപ്പോഴും മേടിച്ച് ഹോൾഡ് ചെയ്യുന്നവരെ എനിക്കറിയാം. പക്ഷെ അധികം ക്വാണ്ടിറ്റി ഇല്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. മനസ്സിലായില്ലേ? അതെന്താണ്? നമ്മൾ ഈ 52-week ഹൈ ഒബ്സർവ് ചെയ്യുന്നവന് ഈ സ്റ്റോക്ക് കയ്യിൽ കൂടെ കിട്ടാതെ പോകില്ല. അതാണ് 52-week ഹൈ സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത. ഇനി രണ്ടാമത്തെ കാര്യം, 52-week ഹൈ വന്നു വിചാരിച്ച് നമുക്ക് അങ്ങനെ ചുമ്മാ കയറി മേടിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര സ്റ്റോക്കുകൾ മേടിക്കേണ്ടി വരും? 52-week ഹൈ വന്നു എന്ന് വിചാരിച്ച് നമുക്കൊരു സ്റ്റോക്ക് മേടിക്കാൻ പറ്റുമോ? ഇല്ല.
നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പാറ്റേൺ വേണം, ഇല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് വേണം. അതാണ് ഞാൻ ഇത്രയും നേരം ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇത്രയും പാർട്ടുകളിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ട് ഇരുന്നത്. പലതരത്തിലുള്ള പാറ്റേൺസ്, പലതരത്തിലുള്ള ബ്രേക്ക്ഔട്ട്, നമ്മളുടെ മൂവിങ് ആവറേജ് കൺസെപ്റ്റ്, എന്താ പറയുക, ബ്രേക്ക്ഔട്ട് ബിൽഡപ്പ്, മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞ പല സ്റ്റോക്കുകളും നിങ്ങൾ സംഗവി, ഈ സ്റ്റോക്ക് എന്താണ്? ഈ സ്റ്റോക്ക് 52 വീക്ക് ഹൈ ആയിരുന്നു അല്ലേ? കാരണം എന്താണ്? ഇത് 2020 ആണ്, ഇത് 2020 മെയ് ആണ്, ഇത് 2021 മെയ് ആണ്. മനസ്സിലായില്ലേ? ഒരു വർഷത്തെ ഹൈ ആണിത്. ചുമ്മാ ഹൈ വന്നുകൊണ്ടാണോ ഞാൻ മേടിച്ചേ? അല്ലെങ്കിൽ ചുമ്മാ ഹൈ വന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മേടിക്കാൻ പറഞ്ഞത്? അല്ല, റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ആണ്, റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ആണ്. മനസ്സിലായോ? പ്ലസ് എന്താണ്? പുൾ ബാക്ക് ആണ് ഫസ്റ്റ്. അതുകൊണ്ട് ഒരിക്കലും 52 വീക്ക് ഹൈ വന്നു എന്ന് വിചാരിച്ച് ചുമ്മാ മേടിക്കരുത്. ദാവത്ത് ഞാൻ മേടിക്കാൻ പറഞ്ഞു. എന്താണ്? ദാവത്ത് 52 വീക്ക് ഹൈ ആണ് അല്ലേ? ദാവത്ത് 52 വീക്ക് ഹൈ ആണ്. ഇപ്പൊ എത്രയാണ്? ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ജൂലൈ ആണ്. കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് 2020 മെയ് തൊട്ട് നമ്മൾ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ, സോറി, ഇത് 2018 ആണ്, നമ്മളിപ്പോൾ 2020 കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ് മെയ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്? 52 വീക്ക് ഹൈ ആണ്. സോ 52 വീക്ക് ഹൈ പ്ലസ് ബ്രേക്ക്ഔട്ട് പ്ലസ് ഫസ്റ്റ് പുൾ ബാക്ക്, എന്താണ്? നല്ല മൂവ്മെന്റ് നമുക്ക് കിട്ടും. ഇനി ഞാൻ എടുത്ത MEGH, എന്താണ്? ഈ ഒരു പോയിന്റ് എന്തായിരുന്നു? 2019 ശേഷമുള്ള ഹൈ ആണ്. അതായത് എന്താണ്? 52 വീക്ക് ഹൈ ആണ്, പ്ലസ് ബ്രേക്ക്ഔട്ട് പ്ലസ് ഫസ്റ്റ് പുൾ ബാക്ക് ആണ്. ഓക്കെ, ഇതിപ്പോ 52 വീക്ക് ഹൈ അല്ലേ? ഇവിടുന്ന് നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് 52 വീക്ക് ഹൈ അല്ലേ? നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ എൻട്രി ഇവിടെ ആയിരുന്നു, മിസ്സായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, 52 വീക്ക് ഹൈനോടൊപ്പം നമ്മളുടെ എന്താണ്? റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട്, 2 നമ്മളുടെ ഡൈനാമിക് സപ്പോർട്ട്, 3 നമ്മളുടെ ഫസ്റ്റ് പുൾ ബാക്ക്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മിക്സ് ചെയ്യണം. മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്താലേ നമുക്ക് പെർഫെക്റ്റ് എൻട്രി കിട്ടുള്ളൂ, പെർഫെക്റ്റ് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കിട്ടുള്ളൂ. ഇന്നലെ LG എക്യുപ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞു. LG എക്യുപ്മെന്റ്സ് എന്താണ്? 52 വീക്ക് ഹൈ ആണ് അല്ലെ? ഈ ഒരു ഹൈ എന്തായിരുന്നു? നമുക്ക് ഡെയിലി ചാർട്ടിൽ ബ്രേക്ക്ഔട്ട് ആയിരുന്നു. 52 വീക്ക് ഹൈ സ്റ്റോക്കുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ്? ഡെയിലി ചാർട്ടിൽ ഇങ്ങനെ ഒരു 2 പോയിന്റ് കിട്ടിയ ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ട്രേഡ് എടുക്കാം. നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്യും. ഓക്കെ, ഇനി ഇതിനു മുമ്പ് പറഞ്ഞ ടൈം ടെക്നോപ്ലാസ്റ്റ് വീക്ക്ലി ചാർട്ട് എന്തായിരുന്നു? നമ്മൾ ഈ പോയിന്റിലാണ് പറഞ്ഞത് 63. എന്തായിരുന്നു ഈ ബ്രേക്ക്ഔട്ട് പോയിന്റ്? എന്താണ്? ഇതെത്രയാണ്? 2020 ജനുവരിയിലെയാണ്. ഇതിപ്പോ 2021 മാർച്ച് എത്തി. ഇതെന്തായിരുന്നു? 52 വീക്ക് ഹൈ പോയിന്റ് ആയിരുന്നു അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ സെയിൽ എന്തായിരുന്നു? 52 വീക്ക് ഹൈ ആയിരുന്നു ഈ ഒരു പോയിന്റിൽ. നമ്മൾ 80 പോയിന്റിൽ ഇവിടെയാണ് പറയുന്നത്, ഈ ബ്രേക്ക്ഔട്ടിലാണ് പറയുന്നത്. 81 നമ്മൾ പറഞ്ഞത് അല്ലേ? ഇതെന്തായിരുന്നു? 52 വീക്ക് ഹൈ പോയിന്റ് ആണ്. 2020 ഏപ്രിലിന് ശേഷമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു ഹൈയിൽ എത്തിയിട്ടില്ല. നമുക്ക് 52 വീക്ക് ഹൈ ആയിരുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ നിങ്ങൾ ട്രേഡ് എടുത്ത ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് സ്റ്റോക്കുകൾ എടുത്തു നോക്കിയോ, 90% അത് 52 വീക്ക് ഹൈ ആയിരുന്നു. അതാണ് പറഞ്ഞത്, 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ബ്രേക്ക്ഔട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. 52 വീക്ക് ഹൈ എന്ന് പറയുന്നത്. സോ എപ്പോഴും 52 വീക്ക് ഹൈയിലുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ എക്സാക്ട് 52 വീക്ക് ഹൈ സ്റ്റോക്കുകൾ എല്ലാ ദിവസവും പോയി എടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻട്രി മിസ്സാവും അല്ലേ? ഇപ്പം LG എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിൽ
LG എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിൽ ഇപ്പൊ പല ആൾക്കാരും ഇതിനുള്ളിൽ ജോലി ചെയ്യുന്നവരാണ്, പല ആൾക്കാരും വർക്ക് ചെയ്യുന്നവരാണ്, ഫുൾ ടൈം മാർക്കറ്റ് നോക്കാൻ പറ്റാത്തവരാണ്. സോ നമ്മളിപ്പോ 52 വീക്ക് ഹൈ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ 52 വീക്ക് ഹൈ സ്റ്റോക്കുകൾ ആണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ടിലാണ് കയറാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇത് കട്ട് ചെയ്താലല്ലേ പുതിയ 52 വീക്ക് ഹൈ ആയുള്ളൂ. ഇത് കട്ട് ചെയ്ത് ഈ ഒരു പോയിന്റിലല്ലേ നമുക്കിത് 52 വീക്ക് സ്റ്റോക്ക് ലിസ്റ്റിൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഹൈ ഇതിവിടുന്ന് ഇത്ര മൂവ് ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് 52 വീക്ക് ഹൈ സ്റ്റോക്കുകൾ കിട്ടുള്ളൂ, അല്ലേ? നമുക്കതിന് മുമ്പേ കിട്ടണ്ടേ? നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഫോം ആകുന്നതിന് മുൻപേ ഇതൊരു റെസിസ്റ്റൻസ് ആണ്, നിയർ 52 വീക്ക് ഹൈ ആണ്. സോ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു മൂവ്മെന്റ് കിട്ടുമെന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് ഇവിടെ കയറാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് പൊട്ടിയതിന് ശേഷം 52 വീക്ക് ഹൈ ലിസ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമ്മളുടെ എൻട്രി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 52 വീക്ക് ഹൈ സ്റ്റോക്കുകളല്ല അനലൈസ് ചെയ്യുക. നമ്മൾ അനലൈസ് ചെയ്യുന്നത് പഴയ 52 വീക്ക് ഹൈയിൽ നിന്നും 25% ഉള്ളിൽ, അതായത് പഴയ 52 വീക്ക് അതിന്റെ ലാസ്റ്റ് 52 വീക്ക് ഹൈയിൽ നിന്നും 25% ഉള്ളിൽ നിൽക്കുന്ന എല്ലാ സ്റ്റോക്കുകളും അനലൈസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ്? ഇങ്ങനെ ഹൈ ഉണ്ടാക്കി ഇവിടെയൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം കിട്ടും. അപ്പം നമ്മൾ എന്നിട്ട് നോക്കും ഇതിനുള്ളിൽ ഏതാണ് നല്ല ബ്രേക്ക് ഔട്ട്സ്, ആ ബ്രേക്ക് ഔട്ടുകൾ മാർക്ക് ചെയ്തിട്ട് ആ സ്റ്റോക്കുകൾ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെക്കും. അപ്പം നമുക്ക് എന്താണ്? കറക്റ്റ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ടാവും. നമുക്ക് 2 ദിവസം കഴിഞ്ഞോ 3 ദിവസം കഴിഞ്ഞോ ആ ഒരു പോയിന്റിൽ ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഇനി 52 വീക്ക് ഹൈയിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. 52 വീക്ക് ഹൈയിൽ തന്നെ മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഓക്കെ. 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബൈ എ വിന്നർ, അല്ലേ? വിന്നറെയാണ് നമ്മൾ ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് നമ്മൾ മേടിക്കുന്നത്. താഴോട്ട് പോകുന്ന സ്റ്റോക്ക് അല്ല. മുകളിലോട്ട് പോകുന്ന സ്റ്റോക്കിലൂടെ കയറിയിട്ട് ഒരു 10-15% എടുത്ത് ഇറങ്ങാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സെക്കൻഡ് കൺസെപ്റ്റ് ആണ് മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട്. അതായത് 52 വീക്ക് ഹൈയിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കി നല്ല എൻട്രി കിട്ടുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും, അല്ലേ? ഇത് ഒരു രീതി. ഇനി 52 വീക്ക്, ഇത് 2019 ഹൈ താഴോട്ട് വന്നു, 2020 ഹൈ, ഇത് 2021. അതെന്താണ്? 2-3 വർഷത്തെ ഹൈയും ബ്രേക്ക് ഔട്ട് ചെയ്തു. ആ 2-3 വർഷത്തെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 52 വീക്ക് ഹൈയും കൂടെ ആണെങ്കിൽ എന്തായിരിക്കും? ഇതിന്റെ പവർ കൂടും, അല്ലേ? തീർച്ചയായിട്ടും ഇതിന്റെ പവർ കൂടും. ഓക്കെ. ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പഴയ സ്റ്റോക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പഴയ സ്റ്റോക്കുകൾ റിലയൻസ് തന്നെ നമുക്ക് എടുത്തു തുടങ്ങാം. റിലയൻസ് ഇൻഡസ്ട്രീസ് ഏത് സ്റ്റോക്ക് നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഞാൻ ഇതിന്റെ മന്ത്ലി ചാർട്ടിലോട്ടൊന്ന് പോവാം. 1 മന്ത് ചാർട്ടിലോട്ട്. ഈ സ്റ്റോക്ക് എപ്പോഴാണ് മൂവ് ചെയ്ത് തുടങ്ങിയത്? സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അല്ലേ? ഈ ഒരു പോയിന്റ് എത്രയായിരുന്നു? 590 എന്ന് പറയുന്ന ലെവല് ഒരു ഒത്തിരി വർഷത്തെ 2009 തൊട്ടുള്ള 2017 വരെയുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു, അല്ലേ? അപ്പം ഈ മന്ത്ലി ചാർട്ട് ഒബ്സർവ് ചെയ്ത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ 52 വീക്ക് ഹൈ അനലൈസ് ചെയ്യുന്നവന് ഇവിടെ കിട്ടിയില്ലേ? കാരണം എന്താണ്? അതിന്റെ ഒരു വർഷത്തെ ഹൈ കട്ട് ചെയ്തപ്പോൾ അവന് ഇവിടെ കിട്ടി 2017. അതിനോടൊപ്പം അതിന്റെ മന്ത്ലി ചാർട്ട് കൂടി അവൻ എടുത്തു നോക്കിയപ്പോൾ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഒത്തിരി വർഷത്തെ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പോസിറ്റീവ് ന്യൂസ് അല്ലേ? സോ അവിടെ മേടിച്ച് 2017 മേടിച്ച് റിലയൻസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള റാലി നിങ്ങൾക്ക് മന്ത്ലി ചാർട്ടിൽ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? നിങ്ങൾ 2010-ലും 13-ലൊക്കെ മേടിച്ചിട്ട് ഇതിനുള്ളിൽ നഷ്ടം ബുക്ക് ചെയ്തവരുണ്ടാവും, ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ പലതവണ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങിയവരുണ്ടാവും, ഇല്ലെങ്കിൽ ഇത് മൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയവരുണ്ടാവും. അവർ ഇറങ്ങി കഴിഞ്ഞപ്പോഴായിരിക്കും 2017 അത് ബ്ലാസ്റ്റ് ആയത്. ഓക്കെ. അതുകൊണ്ടാണ് ട്രേഡ് ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ നല്ലൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഉള്ളിൽ ട്രേഡ് ലൊക്കേഷൻസ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കയറുന്ന സമയവും കൂടെ കറക്റ്റ് ആയിരിക്കണം. എങ്കിലേ നമുക്കത് റൈഡ് ചെയ്യാനും പ്രോഫിറ്റ് എടുക്കാനും പറ്റുള്ളൂ. ഇല്ലെങ്കിൽ 2009 തൊട്ടൊരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ട് 2016 6 വർഷം കഴിഞ്ഞ് അവൻ ഇറങ്ങി പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, ഒരു തെറ്റും ഇല്ല. അവനെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല.
അപ്പം നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്ത് വേണമെങ്കിലും നോക്കിക്കോ. ബജാജ് ഫിനാൻസിന് അങ്ങനെ കാണാൻ സാധ്യതയില്ല, ബട്ട് എന്നാലും നോക്കാം. നിങ്ങൾ ഏത് റാലി നടക്കുന്ന സ്റ്റോക്കുകളും ഓക്കെ, ഈ ഒരു സ്റ്റോക്കിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ തവണയും 52 വീക്ക് ഹൈ കട്ട് ചെയ്താണ് മുകളിലോട്ട് പോകുന്നത്. നമുക്ക് നല്ല ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ എന്ത് ചെയ്യുക, കയറാൻ പറ്റും. ഗ്രാനുൾസിന്റെ ചാർട്ട് നിങ്ങൾ നോക്കിയേ. ഈവൻ കൊറോണയുടെ സമയത്ത് എല്ലാ സ്റ്റോക്കും താഴോട്ട് പോകുമ്പോൾ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം മുകളിലോട്ട് പോയി. എന്തുകൊണ്ട്? ഓക്കെ, അവിടാണ് ചോദ്യം. ഇപ്പൊ നിങ്ങൾ മേടിക്കുന്നുണ്ടാവും, മാർക്കറ്റിൽ ഒരു കറക്ഷൻസ് നടക്കുമല്ലേ, മാർക്കറ്റിൽ കറക്ഷൻസ് നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മേടിക്കുന്നത്? അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴും എന്തുകൊണ്ടാണ് നെഗിൽ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്നത്? കാരണം നമ്മൾ എടുക്കുന്നത് 52 വീക്ക് ഹൈയിലാണ്. നമുക്ക് ചുമ്മാ എന്തെങ്കിലും കാരണത്താൽ ആ സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ വരില്ല, എന്തെങ്കിലും ഒരു കാരണമുണ്ട്. സോ ഗ്രാനൂൾസ് ഈ ഒരു പോയിന്റിൽ 52 വീക്ക് ഹൈയിൽ നമുക്ക് കൊറോണയുടെ സമയത്ത് കിട്ടുമ്പോൾ നമ്മൾ പേടിച്ച് അയ്യോ കൊറോണയല്ലേ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയൊരു റാലി എത്രയോ ആൾക്കാർക്ക് മിസ്സായേനെ. സോ ഇവിടെ 52 വീക്ക് ഹൈ അനലൈസ് ചെയ്യുമ്പോൾ ഇത് ഒത്തിരി വർഷത്തെ ഹൈയും കൂടാണ് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 5-10% പകരം ഇത് നല്ല രീതിയിൽ റാലി നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ അഡാനി പോർട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഏതൊക്കെ സ്റ്റോക്കുകൾ എടുത്തിട്ട് മന്ത്ലി ചാർട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. അഡാനി പോർട്ടിന്റെ എൻട്രി എവിടെയായിരുന്നു? 2020 അല്ലേ? 2020 ഇതായിരുന്നു അതിന്റെ റെസിസ്റ്റൻസ്. ഏത് കാലം തൊട്ടുള്ളത്? 2018 2019 അല്ലെ? ഈ ബ്രേക്ക്ഔട്ട് നടക്കുന്നത് എപ്പോഴാണ്? 427. അപ്പൊ 52 വീക്ക് ഇവിടെ സ്റ്റോക്ക് എല്ലാ ദിവസവും അനലൈസ് ചെയ്യുന്നവരെ ഈ ഒരു ലെവലിൽ 52 വീക്ക് കാണുമ്പം അതിനോടൊപ്പം ഇത് ഒത്തിരി വർഷത്തെ റെസിസ്റ്റൻസും കൂടാണ് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായില്ലേ? നമുക്ക് ഇത്രത്തോളം ലാഭം കൊണ്ടുപോകാൻ പറ്റും ആ ഒരു സ്റ്റോക്കിൽ നിന്ന്. ഓക്കെ, ഇനി ബൽറാംപൂർ ചിന്നി ഞാൻ എന്തുകൊണ്ടാണ് ഹോൾഡ് ചെയ്യുന്നത്? ബൽറാംപൂർ ചിന്നിയുടെ ഒത്തിരി വർഷത്തെ ഹൈ ആണ് ടേക്ക് ഔട്ട് ചെയ്തത് 226. മനസ്സിലായോ? ഈ ഒരു പോയിന്റ് 190 അല്ലെങ്കിൽ 200 എന്ന് പറയുന്ന ആ ഒരു ദിവസം കയറി 220 എത്തിയ ദിവസം ഞാൻ ആ ചാർട്ട് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒത്തിരി വർഷത്തെ ഹൈ ആണ് കട്ട് ചെയ്തത്. ഇപ്പോൾ ഇത് 247 എന്തുകൊണ്ട് ഇത് 500 പോകില്ല എന്ന് ആർക്കറിയാം? ഇത് 1000 പോകില്ല എന്ന് ആർക്കറിയാം? മനസ്സിലായോ? പക്ഷെ എൻ്റെ കയ്യിൽ എത്രയാണ്? വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. എത്രയാണ് ഞാൻ പറയാം, 200 ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. ഈ ക്യാനലിന്റെ ലോ ആണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? ഏകദേശം എൻ്റെ കയ്യിൽ ഞാൻ 25 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസ് കയറിയതാണ്. 225 കയറി 50 ക്വാണ്ടിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. 20 രൂപയെ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 1000 രൂപയെ റിസ്ക് ഉള്ളൂ. എന്താണ്? 1000 × 20 റുപ്പീസ്, 1000 രൂപ എനിക്ക് പോകും. പക്ഷെ ഇത് 1000-ലോട്ട് പോയി കഴിഞ്ഞാലോ എനിക്ക് 20 × 1000 20,000 നമുക്ക് എന്താണ് ക്യാപിറ്റലായി. ഇല്ലെങ്കിൽ ഞാൻ 3000 4000 ഇൻവെസ്റ്റ് ചെയ്തെടുത്ത് എനിക്ക് എത്രയാണ് 20K കിട്ടി. മനസ്സിലായില്ലേ? അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഓക്കെ നിഖിൽ പറഞ്ഞു ബൽറാംപൂർ ചിന്നി 500-ലോട്ട് പോകും ഇല്ലെങ്കിൽ 1000-ലോട്ട് പോകും, അതുകൊണ്ട് എന്നാൽ പിന്നെ ഇത് ഉള്ള പൈസയ്ക്ക് മൊത്തം മേടിച്ചിട്ടേക്കാം, 1000-ലെത്തുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടില്ല, ജീവിതമേ രക്ഷപ്പെട്ടു. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ കുടുംബം വയ്ക്കേണ്ടി വരും. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റിയ അത്രയും പൈസയ്ക്ക് മാത്രം മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, അല്ലാതെ വാരിക്കൂട്ടി മേടിക്കരുത്. ഇങ്ങനെ ഇനി നമുക്ക് ഏത് സ്റ്റോക്കും എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ ഗ്രാനൂൾസിന്റെ കേസ് പറഞ്ഞു. കഴിഞ്ഞ മാർക്കറ്റിന്റെ കറക്ഷന്റെ സമയത്ത് ഇല്ലെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ അന്ന് 52 വീക്ക് ഹൈയിലുള്ളത് ഫാർമ സ്റ്റോക്സും അല്ലെങ്കിൽ ഫാർമ റിലേറ്റഡ് ലാബോറട്ടറി റിലേറ്റഡ് ഈ സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ 52 വീക്ക് ഹൈയിലെ സ്റ്റോക്കുകൾ തന്നെ മേടിക്കും. ലാബ് റിലേറ്റഡ് സ്റ്റോക്കേ വരുന്നുള്ളൂ, അതങ്ങ് കയറിപ്പോവും. ഫാർമ സെക്ടർ സ്റ്റോക്കേ ഉള്ളൂ, അതങ്ങ് കയറിപ്പോവും. ഇപ്പൊ കണ്ടില്ലേ, ഒരു കൊറോണ ഭയം വന്നു, ഉള്ള സ്റ്റോക്കുകളൊക്കെ താഴോട്ട് പോയപ്പോൾ മുകളിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ലീഡിങ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ സ്റ്റോക്കുകൾ, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോക്കുകൾ. മാർക്കറ്റ് ഇനിയും താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൊറോണ ഭയം ഉണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടർ സ്റ്റോക്കുകൾ എന്തായിരിക്കും? അത് ഇനിയും കയറിപ്പോവും. മനസ്സിലായില്ലേ? അപ്പം 52 വീക്ക് ഹൈയിൽ ഏറ്റവും മൊമെൻ്റം ഉള്ള ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതിനുള്ളിൽ ഏതെടുത്താലും മിൻട്രി എടുക്കണോ, സിപ്ല എടുക്കണോ, ഏത് ചാർട്ട്, ഈ സ്റ്റോക്കുകളൊക്കെ ഓക്കെ. ഈ ഒരു പോയിന്റ് ഇതെന്താണ്? നമുക്കൊരു ബ്രേക്ക്ഔട്ട് പോയിന്റ് ആണ് അല്ലെ? ബ്രേക്ക്ഔട്ട് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രേക്ക്ഔട്ട് പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട്. 2018 ഹൈ റേഞ്ച് ആണ്. സോ ഈ ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് നല്ലൊരു എൻട്രി ആണെന്ന് മനസ്സിലായല്ലേ? അപ്പൊ എവിടെയായിരുന്നു എൻട്രി? 1200 ഇല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇവിടം വരെ റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ അത് നമ്മൾ അറിഞ്ഞെടുക്കണം.
ചുമ്മാ ഡെയിലി ചാർട്ടിൽ ചെക്ക് ചെയ്തിട്ട് ഇത് 52 വീക്ക് ഹൈ ആണല്ലോ എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 5-10% കിട്ടുമ്പോൾ ഇറങ്ങി ഓടും. പക്ഷെ ഇവിടെ ഇത് ഒരു ഇയർലി മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് ആണെന്ന് കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഡിമാർട്ടിലെ 2 എൻട്രി പോയിന്റ് കാണിച്ചു തരാം. ഡിമാർട്ടിൽ എന്താണ്, ഈ ഒരു പോയിന്റ് ബ്രേക്ക്ഔട്ട് ആണ്. 52 വീക്ക് നമുക്ക് ബ്രേക്ക്ഔട്ട് ആണ് അല്ലെ. എപ്പം 2020 ഡിസംബറിലാണ് ഈ ബ്രേക്ക്ഔട്ട് കിട്ടുന്നത്. ആ സമയത്ത് നമുക്കിത് കഴിഞ്ഞ് 1 വർഷത്തെ റെസിസ്റ്റൻസ് ആണ്. മാത്രമല്ല ഇത് ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ, ഇനി വേറൊരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഒന്ന്, 52 വീക്ക് ഹൈയിൽ നല്ല ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ നമ്മൾ എടുക്കും അല്ലെ. ഡെയിലി ചാർട്ടിലൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രി ചെയ്യാം. 2, 52 വീക്ക് ഹൈയോടൊപ്പം മൾട്ടി ഇയർ ഹൈ ബ്രേക്ക്ഔട്ടും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു, നമുക്ക് വളരെ എഫക്റ്റീവ് ആണ്. ഒത്തിരി മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരി വർഷത്തെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അത് ചുമ്മാ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇനി മൂന്നാമത്തെ, ഈ 52 വീക്ക് ഹൈ സ്റ്റോക്കുകൾ തന്നെ അതിൻ്റെ ഓൾ ടൈം ഹൈ ആണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇതുവരെയുള്ള ഹൈ ഓൾ ടൈം ഹൈ ആണ്. ഈ ഓൾ ടൈം ഹൈ ആണ് ഓരോ തവണയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വീണ്ടും എഫക്റ്റീവ് ആണ്. അതായത് ഇപ്പം ഇത് മന്ത്ലി ചാർട്ട് നോക്കി, 2019 ഈ ഹൈ കട്ട് ചെയ്തപ്പോൾ 1750 എൻട്രി എടുക്കുന്നു, ഈ സ്വിംഗ് ലോ സ്റ്റോപ്പ് ലോസ് ഇടുന്നു. വീണ്ടും ഈ ഹൈ കട്ട് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഇത് ചിലപ്പോൾ റീടെസ്റ്റ് നടത്താം, ഇങ്ങനെ നടത്താം, ബ്രേക്ക് ചെയ്യുന്നു, നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്താനും മന്ത്ലി ചാർട്ട് വെച്ചിട്ട് നമുക്ക് ഈ ചാർട്ട് പാറ്റേൺസ് വെച്ച് തന്നെ ചെയ്യാം. നമുക്ക് എന്താണ് ഫണ്ടമെന്റൽ അറിഞ്ഞിരിക്കണം എന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? പക്ഷെ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനുള്ളിൽ ഏതാണ് വിപ്രോ നോക്കണം, ഏത് സ്റ്റോക്കും നമുക്ക് എടുത്ത് നോക്കാം. എല്ലാ സ്റ്റോക്കും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള പല മൾട്ടി ഇയർ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് മുകളിലോട്ട് എത്തിയത്. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു പോയിന്റിൽ എന്തായിരുന്നു, മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് ആയിരുന്നു. അത് നല്ല രീതിയിൽ മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലോട്ട് തന്ന് പോവുകയും ചെയ്തു. മനസ്സിലായില്ലേ? പക്ഷെ നമുക്കിവിടെ ഫെയിലിയർ ആയി, വീണ്ടും തിരിച്ച് പഴയ ലെവലിലോട്ട് വന്നു. മനസ്സിലായില്ലേ? വീണ്ടും തിരിച്ച് പഴയ ലെവലിലോട്ട് വന്നു. ഇവിടെ നമുക്ക് എന്താണ്, ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഞാൻ പറഞ്ഞ പോലെ 1000 രൂപ നമുക്കിവിടെ പോയി. ഓക്കെ, ഇപ്പം ഈ ഒരു പോയിന്റിൽ കയറിയവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓരോ തവണയും സ്വിംഗ് ലോ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് വരാമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഈ ഒരു പോയിന്റിൽ മൾട്ടി ഇയറിൽ കയറിയവരാണെങ്കിൽ അവന് സ്റ്റോപ്പ് ലോസ് അടിച്ചു. മനസ്സിലായില്ല? 1000 രൂപ അടിച്ചു. പക്ഷെ അതേ സ്റ്റോക്ക് കൊറോണയ്ക്ക് ശേഷം ഈ ഒരു പോയിന്റ് പ്ലസ് ഈ ഒരു ഹൈ കട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഈ ഒരു പോയിന്റ് ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അവന് ഇവിടത്തെ 1000 രൂപയ്ക്ക് പകരം ഇപ്പോൾ ഒരു 3000 രൂപ കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇവിടെയാണ് റിസ്ക് റിവാർഡിന്റെ പ്ലേ വരുന്നത്. അപ്പം മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് പ്ലസ് 52 വീക്ക് ഹൈ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് എൻട്രിയാണ്. നമുക്ക് കുറച്ച് ചാർട്ട് നോക്കാം. നമ്മളുടെ എല്ലാ ചാർട്ടിലും നമ്മൾ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയയും ഒരുമിച്ച് വരും എന്നുള്ളതാണ് അതിനുള്ളിലെ ഫൺ. ഓക്കെ, ഇതെന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, ട്രെൻഡ് ചേഞ്ച് ആയിരുന്നു, ഫസ്റ്റ് പുൾ ബാക്ക് ആയിരുന്നു, റെസിസ്റ്റൻസിൽ കൺസോൾട്ടേഷൻ ആയിരുന്നു അല്ലേ. അതിനോടൊപ്പം എന്തായിരുന്നു, 2018 ജൂലൈയിലെ ഹൈ ആയിരുന്നത്, 2019 ഏപ്രിലെ ഇല്ലെങ്കിൽ മാർച്ചിലെ ഹൈ ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ഈ ഹൈ ഇവിടെയും ടെസ്റ്റ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇത് മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ടാണ്. എവിടെയാണ് കിട്ടിയ? 52 വീക്ക് ഹൈയിൽ. എവിടെയായിരുന്നു? ഫസ്റ്റ് പുൾ ബാക്കിൽ. എവിടെയാണ്? നമ്മളുടെ മൂവിങ് ആവറേജ് ബാൻഡിൽ സപ്പോർട്ട് എടുത്തിട്ട്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5% ഇറങ്ങരുത്. അതിന് അങ്ങ് 10, 30, 40, 50% എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ സ്റ്റോക്ക് 52 വീക്ക് ഹൈ ആണ്. കാരണം എന്താണ്, ഈ ഒരു പോയിന്റിന് മുകളിൽ ട്രേഡ് ചെയ്തത് എപ്പോഴാണ്? 2018 ഏപ്രിലും കണ്ടാണ്, 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താണ്, 52 വീക്ക് ഹൈ ആണ്. ഓക്കെ, നമ്മൾ പ്രിക്കോളിന്റെ കാര്യം പറഞ്ഞു. പ്രിക്കോൾ എന്താണ്? ഈ പോയിന്റ് എന്താണ്? 52 വീക്ക് ഹൈ ആണ് അല്ലേ. മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് ആണ്. ഇതെപ്പോഴാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2018 2020 ഒക്ടോബർ. പിന്നെ ബ്രേക്ക്ഔട്ട് വരുന്നത് 2021. അപ്പം 3-4 വർഷത്തെ ഹൈ ആണ് ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നത്. സോ എന്താണ്, ഈ ഒരു പോയിന്റിൽ നമുക്ക് കയറാം. ഇല്ലെങ്കിൽ അതിനുശേഷമുള്ള റീടെസ്റ്റിൽ നമുക്ക് കയറാം. എന്താണ്, നമ്മുടെ മൂവിങ് ആവറേജ് ബാൻഡ് സപ്പോർട്ടും ഉണ്ട്.
നമ്മൾ ടാറ്റ മെറ്റാലിക്സിന്റെ കാര്യം പറഞ്ഞു. ഇതെന്താണ്? 2018 ഹൈ ആണ് അല്ലേ? 2018 ഹൈ ആണ്. പിന്നെ ബ്രേക്ക് ഔട്ട് വരുന്നത് 2021 അപ്പം നമുക്ക് എന്താണ്? ഇത് മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ആണ്. നമുക്ക് ധൈര്യത്തിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സ്റ്റെർലിംഗ് ഇല്ലെങ്കിൽ ഈ ഒരു വിൽസൺ സോളാർ എന്ന് പറയുന്ന സ്റ്റോക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്തിനാണ്? ഇത് 2019 ഹൈ ആണ്, ഇത് 2020 ഹൈ ആണ്, ഇത് 2021 ഹൈ ആണ്. സോ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? മൾട്ടി ഇയർ ഹൈ ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓൾ ടൈം ഹൈ അല്ല. അപ്പോൾ എന്താണ്? നമുക്ക് ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓൾ ടൈം ഹൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. കാരണം എന്താണ്? അതിങ്ങനെ പോകും. നമുക്ക് എന്ത് ചെയ്താൽ മതി? മൂവിങ് ആവറേജ് ഇട്ട് ട്രയൽ ചെയ്താൽ മതി. ഓക്കെ. ഇനി SBI കാർഡ് ഇവിടെ ഓൾ ടൈം ഹൈ അല്ല, പക്ഷേ 52 വീക്ക് ഹൈ ആയിരുന്നു, പക്ഷെ ഫസ്റ്റ് പുൾ ബാക്ക് ആയിരുന്നു അല്ലേ? ഈ ഒരു പോയിന്റ് ഇതെന്തായിരുന്നു? CG പവറിന്റെ 52 വീക്ക് ഹൈ പ്ലസ് മൾട്ടി ഇയർ 2019 മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ആയിരുന്നു. സോ അതെന്തായിരുന്നു? അതൊരു നല്ല എൻട്രി ആയിരുന്നു. ഇനി മാൻ അലൂമിനിയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, പല പുൾ ബാക്കുകളെ കുറിച്ച് പറഞ്ഞു. ഇതെന്താണ്? മാൻ അലൂമിനിയത്തിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു, പ്ലസ് എത്ര? കഴിഞ്ഞ 1-2 വർഷത്തെ. അന്നേരം ഇപ്പോൾ എന്തായിരിക്കും? നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇനി ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇതും മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ആണ്. 2019 തൊട്ടുള്ള ബ്രേക്ക് ഔട്ടുകളാണ്. പഴക്കം തോറും വീഞ്ഞിന്റെ ഇത് കൂടുമെന്ന് പറഞ്ഞ പോലെ വർഷം പഴകും തോറും നമുക്ക് മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടിന്റെ പവർ കൂടും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് 2019 ആയിരുന്നു, ഇത് 2020 ആയിരുന്നു, പിന്നെ 2021 ഇവിടെ ആ ഒരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ എന്താണ്? മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടായി. മാത്രമല്ല 3 തവണ ടെസ്റ്റ് ചെയ്തു. ഇത് 4th ടൈമാണ്. ടെസ്റ്റ് ചെയ്യുന്നത് കൂടും തോറും എന്തായിരിക്കും? റെസിസ്റ്റൻസ് വീക്കായി വരും. അപ്പം നമുക്ക് നല്ല ബ്രേക്ക് ഔട്ടുകൾ കിട്ടും. ഇനി ഇത് എന്താണ്? ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രീവിയസ് റെസിസ്റ്റൻസേ ഇല്ല. അപ്പോൾ എന്താണ്? നമുക്കിത് റാലി ചെയ്യാൻ എളുപ്പമാണ്. എപ്പോഴും എങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുക? ഈ മൂവിങ് ആവറേജ് ബാൻഡ് വെച്ചിട്ട്. ഈ പ്രോഫിറ്റ് റൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഞാൻ പറയുന്നത്. പ്രോഫിറ്റ് റൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മൂവിങ് ആവറേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കാം. ഓക്കെ. ജെക്കെ ടയർ ഇതെന്തായിരുന്നു? ഇതൊരു മൾട്ടി ഇയർ ആയിരുന്നു അല്ലേ? എത്രയാണ്? 2019 2020 3-4 തവണ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞ 1-2 വർഷം. അപ്പോൾ അതിനുശേഷമുള്ള ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നല്ല പവർ ഉണ്ടാവും അല്ലേ? ഇതെന്താണ്? നമ്മൾ ഫസ്റ്റ് പുൾ ബാക്ക് എന്ന് പറഞ്ഞു. എവിടെയാണ് ഫസ്റ്റ് പുൾ ബാക്ക്? 52 വീക്ക് ഹൈയിലാണ്. ഇത് 52 വീക്ക് ഹൈയിലാണ്. ഇതെന്തായിരുന്നു? നേരത്തെ നമ്മൾ ബ്രേക്ക് ഔട്ടിന്റെ കാര്യം റീടെസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എവിടെയാണ്? മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടിലാണ്. 2018 ഹൈ, 19 ഹൈ, 20 ഹൈ അല്ലേ? മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ആണ്. IAFL നമ്മൾ പറഞ്ഞു, അതും 52 ഇയർ ബ്രേക്ക് ഔട്ട് ആണ് അല്ലെ? ഫസ്റ്റ് പുൾ ബാക്ക് നമ്മൾ പറഞ്ഞു, ട്രെൻഡ് ചേഞ്ച് ആയി. പക്ഷെ എന്താണ്? ഇത് 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട് കൂടിയാണ്. ഇതെന്തായിരുന്നു? ടിൻ പ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്തു, മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ആയിരുന്നു. പക്ഷെ എന്ത് പറ്റി? ഫെയിലായി പോയി. മണാലി പെട്രോ ഇതും എന്താണ്? ഇതെല്ലാം 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട് ആണ്. നമുക്ക് ഇതിന് മുമ്പ് എത്രയാണ്? 2019 2020 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട് ആണിത്. അപ്പം നമ്മളിതെല്ലാം കൂടെ ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? നല്ല റിസൾട്ട് കിട്ടും. ഇതെന്താണ്? ട്രെൻഡ് ചേഞ്ച് ആണ്, ഫസ്റ്റ് പുൾ ബാക്ക് ആണ്, 52 വീക്ക് ഹൈ ആണ് അല്ലേ? 52 വീക്ക് ഹൈ ആണ്. ഇതെന്താണ്? റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആണ്, ട്രെൻഡ് ചേഞ്ച്, ഫസ്റ്റ് പുൾ ബാക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്? 52 വീക്ക് ഹൈയും കൂടെ ആകുമ്പം അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതായിരിക്കും. ഗ്രീൻ പാനൽ ഇതെന്തായിരുന്നു? 52 വീക്ക് ഹൈ സ്റ്റോക്ക് ആണ് അല്ലേ? സെക്കൻഡ് പുൾ ബാക്ക് പ്ലസ് 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട്. ഓക്കെ. ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെയാണ് ഇത് കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് 52 വീക്ക് ലിസ്റ്റ് കിട്ടുള്ളൂ. മനസ്സിലായില്ല? അപ്പോഴത്തേക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ടാവും. നമുക്ക് ചിലപ്പോൾ എൻട്രി എടുക്കേണ്ടി വരുന്നത് ഇവിടെ പുൾ ബാക്കിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 52 വീക്ക് ഹൈയിൽ നിന്ന് 25% ഉള്ളിൽ നിൽക്കുന്ന സ്റ്റോക്കുകളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. അതിനുള്ളിൽ നിന്നിട്ട് നല്ല എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും.
ഈ ഒരു സ്റ്റോക്ക് എന്തായിരുന്നു? മൾട്ടി ഇയർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഈ ഒരു സ്റ്റോക്ക് എന്താണ്? ഇതിന് മുകളിൽ മൾട്ടി ഇയർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആണ്. ബ്രേക്ക് ചെയ്താൽ ഇവിടെ ബൻസാലി ഞാൻ എടുക്കുമ്പോൾ എന്താണ്? നിയർ 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട് ആണ്. ഞാൻ ഈ പറഞ്ഞ 25% ഉള്ളിലാണ് ഇത് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? കയറും. ഈ ബ്രേക്ക് ഔട്ട് എന്തായിരുന്നു? 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട് തന്നെയാണ്. 2020 അല്ലേ? 2020 മാർച്ചിൽ ഇവിടെ, ഇതിപ്പോൾ 2021 മാർച്ചിൽ ഇവിടെ, കഴിഞ്ഞ ഒരു വർഷം അതിൻ്റെ ഹൈ ആയിരുന്നു ഇത്. മനസ്സിലായില്ലേ? സോ അതൊരു 52 വീക്ക് ഹൈ പോയിന്റ് ആയിരുന്നു. സൺഫ്ലാഗ് ഞാനിവിടെ പറഞ്ഞു. ഇതെന്താണ്? 52 വീക്ക് പ്ലസ് മൾട്ടി ഇയർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആണ്. ഇത് LT ഫുഡ് ഞാൻ പറഞ്ഞു 52 വീക്ക് ആണ്. അപ്പോളോ ടയർ ഇത് എന്താണ്? മൾട്ടി ഇയർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആണ് ഈ പോയിന്റിൽ. LT ടെക്നോളജി, L&T ടെക്നോളജി ഇതെന്തായിരുന്നു? പല വർഷത്തെ ബ്രേക്ക് ഔട്ട് ആണ് ടേക്ക് ഓൺ ഔട്ട് ചെയ്തത് അല്ലേ? 52 വീക്ക് ഹൈ പ്ലസ് ഒത്തിരി വർഷത്തെ ഹൈ. അപ്പോൾ എന്താണ്? നല്ല രീതിയിലുള്ള റാലി കിട്ടും. ഓക്കെ, ഒത്തിരി ഏത് സ്റ്റോക്കുകൾ എടുത്താലും ഇത് മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ആണ്. സുപ്രജിത്ത് 52 വീക്ക് ഹൈ ആണ്. നമ്മളുടെ ഫസ്റ്റ് പുൾ ബാക്ക് ആണ്, റെസിസ്റ്റൻസ് ആണ്. ഇത് 52 വീക്ക് ഹൈ ആണ്. 52 വീക്ക് ഹൈ പ്ലസ് മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് പ്ലസ് റീടെസ്റ്റ് ആണ് അല്ലേ? ചാർട്ടുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെടുത്താലും ഇതെന്താണ്? PTC ഇന്ത്യ നമ്മൾ എടുത്ത് പറഞ്ഞു ഇന്നലെ. ഇത് ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആയി ഫസ്റ്റ് പുൾ ബാക്ക് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതെന്താണ്? മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ആണ്. ഭൂം. ഓക്കെ, ഇതെന്താണ്? ഓറിയൻ റിഫ്രാക്ടറീസ് ആണ്. ഒത്തിരി വർഷത്തെ ഹൈ ആണ് ബ്രേക്ക് ഔട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബ്രേക്ക് ഔട്ടിൽ കയറാം. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്താണ്? GNS പവർ. ഈ ഒരു പോയിന്റ് 52 വീക്ക് ഹൈ ആണ്. ഈ ഒരു പോയിന്റ് ഹൈ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഈ ഒരു പോയിന്റിൽ നമുക്ക് കയറാം. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കിയപ്പോൾ കാണാൻ പറ്റും എന്താണ്? 52 വീക്ക് ഹൈ പ്ലസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. എന്താണ്? അപ്പോളോ പൈപ്സ്. ഈ ഒരു സ്റ്റോക്ക് എന്താണ്? ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആയല്ലേ? ഇത് നമ്മൾ ഫസ്റ്റ് പുൾ ബാക്ക് ആണ്, ബ്രേക്ക് ഔട്ട് ആണെന്ന് പറയും. അതിനോടൊപ്പം എന്താണ്? ഇതൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് കൂടിയാണ്. സോ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റി അല്ലെ? ഇതെന്താണ്? സെക്കൻഡ് പുൾ ബാക്ക് ആണെന്ന് പറഞ്ഞു. എവിടെയുള്ള? നിയർ 52 വീക്ക് ഹൈ 25% ഉള്ളിലാണ്. മനസ്സിലായില്ലേ? സോ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് 52 ഇയർ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളിൽ ഏതൊക്കെ രീതിയിൽ എൻട്രി എടുക്കാം. ഒന്ന്, ഡെയിലി ചാർട്ട് നോക്കി നല്ല ബ്രേക്ക് ഔട്ടുകൾ കണ്ടെത്തി നിങ്ങൾക്ക് എൻട്രി എടുക്കാം. 1 to 10 ഡേയ്സ് അല്ലെങ്കിൽ 1 to 10 ഡേയ്സ് വെച്ചിട്ട്. രണ്ടാമത് 52 വീക്ക് ഹൈ വെച്ചിട്ട് നമുക്ക് വീക്ക്ലി ചാർട്ട് വെച്ചിട്ട് തന്നെ മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടുകൾ എടുക്കാം. അത് 1 to 2 മന്ത്സ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, മാത്രമല്ല ഇതേ 52 വീക്ക് ഹൈയുടെ മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഡെയിലി ചാർട്ടിലും സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആണ്. സോ നമുക്ക് ഡെയിലിയിലും കയറി നമ്മൾ ഈ പറഞ്ഞ 1 to 10 ഡേയ്സ് ഹോൾഡ് ചെയ്തിട്ട് ചെറിയ പെർസെൻറ്റേജ് എടുത്ത് ഇറങ്ങി പോവാം. പക്ഷെ നിങ്ങൾ മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ 1 to 2 മന്ത്സ് ഹോൾഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹ്യൂജ് റിട്ടേൺ കിട്ടും. മൂന്നാമത്തത് 52 വീക്ക് ഹൈ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് ഒത്തിരി വർഷത്തെ ടേക്ക് ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഒത്തിരി വർഷത്തെ ടേക്ക് ഔട്ട് ചെയ്ത് അതിന്റെ ഓൾ ടൈം ഹൈ ആണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് 1 to 2 ഇയർ വരെ ഒക്കെ ഹോൾഡ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. അത് അങ്ങനെ റാലി നടക്കും. മനസ്സിലായില്ലേ? അങ്ങനെ റാലി നടക്കും. ഇതാണ് നമ്മളുടെ സെക്കൻഡ് സ്ട്രാറ്റജി, സെക്കൻഡ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന രീതി. നമുക്ക് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ സ്കാനർ ഉണ്ട്. എവിടെയാണ് സ്കാനർ? ഇവിടെ സ്കാനിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് സ്കാൻ തന്നെ അതാണ്. സ്റ്റോക്ക് നിയർ 52 വീക്ക് ഹൈ. ഈ ഒരു സ്കാനർ ഞാൻ കൊടുക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന കാൽക്കുലേഷൻ ലേറ്റസ്റ്റ് ക്ലോസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ലേറ്റസ്റ്റ് മാക്സിമം. അതായത് കഴിഞ്ഞ 250 ദിവസത്തെ ഹൈയിൽ നിന്നും 25% ഉള്ളിൽ നിൽക്കണം. രണ്ട്, ലേറ്റസ്റ്റ് ക്ലോസ് ഗ്രേറ്റർ ദാൻ നമ്പർ 20 രൂപയ്ക്ക് മുകളിലായിരിക്കണം. പിന്നെ 1 ഡേ വോളിയം 70,000 മുകളിലായിരിക്കണം. ഇതൊക്കെ ചുമ്മാ ചെറിയ പെന്നി സ്റ്റോക്കുകൾ സ്കിപ്പ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ആണ്. ലേറ്റസ്റ്റ് ക്ലോസ് ഗ്രേറ്റർ ദാൻ ലേറ്റസ്റ്റ് EMA 20.
നിങ്ങൾക്കറിയാം 20 മൂവിങ് ആവറേജിലാണെങ്കിൽ നമുക്ക് 20 മൂവിങ് ആവറേജ് മുകളിലാണെങ്കിൽ നമ്മളിത് ട്രെൻഡിങ് ആണെന്ന് പറയുന്നു. 52 വീക്ക് ഹൈ സ്റ്റോക്കുകൾ ട്രെൻഡിങ് തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഈ ഒരു 25% ഉള്ളിൽ എന്ന് കൊടുത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ കൊടുത്തത്. 20 മൂവിങ് ആവറേജിന് മുകളിലുള്ളത് മതി. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന സ്റ്റോക്കുകൾ നമുക്ക് 1 by 1 ആയിട്ട് എടുത്തു നോക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ എന്താണ്, ഇതിന്റെ മന്ത്ലി ചാർട്ടാണ് ഞാൻ എടുത്തത്. ഇതിന്റെ മന്ത്ലി ചാർട്ടാണ് ഞാൻ എടുത്തത്. ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലെ. ഒരു ഓൾ ടൈം ഹൈയോ കാര്യങ്ങളോ ഒന്നും തന്നെ ബ്രേക്ക് ചെയ്യുന്നില്ല. ഇതിന്റെ ഓക്കെ, 9 മന്ത്സ് ഡെയിലി ചാർട്ട് നോക്കിയാൽ നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ ഈ ഒരു പോയിന്റ് നമുക്ക് എന്തായിരുന്നു, ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഇവിടെ വേണേൽ മേടിക്കാം, പക്ഷെ അപ്പർ സർക്യൂട്ട് ഇരിക്കുന്ന സ്റ്റോക്കുകളായതുകൊണ്ട് കുറച്ച് റിസ്കി ആയിരിക്കും. ഈ കേസിൽ നമ്മളിത് പറഞ്ഞു, ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം എന്ത് പ്രകാരം നമ്മുടെ 25% ഉള്ളിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടും അല്ല, ഈ ഒരു പോയിന്റിൽ കിട്ടും. നമുക്ക് ഈ ഒരു ലെവൽ നല്ല റെസിസ്റ്റൻസ് ആണെന്ന് അറിയാം. ഇത് മാർക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത ഒരാൾക്ക് ഇന്നലെ കയറാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ന് നല്ല എൻട്രി, ഇന്ന് ചിലപ്പോൾ നല്ല പെർഫോമൻസും നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ത്രിവേണിയുടെ വീക്ക്ലി ചാർട്ട് എടുത്തിട്ട് നമ്മളൊരു 3 ഇയർ കൊടുക്കുകയാണെങ്കിൽ നമ്മളെന്താ പറഞ്ഞ, നമ്മൾ ഈ ഒരു പോയിന്റ് 3 ഇയർ, ഈ ഒരു പോയിന്റിലാണ് ഞാൻ നിങ്ങളോട് ഈ ഇടയ്ക്ക് എല്ലാം സംസാരിച്ചത് അല്ലേ. ഞാൻ 99 മേടിച്ചിട്ടുണ്ടെന്ന്. എന്തുകൊണ്ടാണ്? ഇതിന്റെ മൾട്ടി ഇയർ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വന്ന് റീടെസ്റ്റ് നടത്തിയിട്ട് നിൽക്കുന്ന ലെവലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കയറി. ഇപ്പൊ അത് 190. ഇപ്പൊ തന്നെ ഓൾറെഡി എനിക്കത് 10-15% റിട്ടേൺ തന്നു, അല്ലെങ്കിൽ 10% റിട്ടേൺ എനിക്ക് ആ ഒരു സ്റ്റോക്ക് തന്നു. മനസ്സിലായില്ലേ? ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രക്ചർ കിട്ടുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്കറിയാം ഇതിനുള്ളിൽ സ്ട്രക്ചർ ഒന്നുമില്ല. നമുക്ക് 52 വീക്ക് ഹൈയിലല്ല, മാത്രമല്ല 52 വീക്ക് ഹൈ നിയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ട്സ് ഒന്നും കാണുന്നില്ല, മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട്സ് ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു. ഇന്നലെ ഞാൻ DCM ശ്രീറാം മേടിച്ചു, അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? DCM ശ്രീറാമിന്റെ ഡെയിലി ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു അല്ലെ. ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു അല്ലെ. നമുക്കിവിടെ 580 52 വീക്ക് ഹൈ ഡെയിലി ചാർട്ട് ഒബ്സർവ് ചെയ്യുന്നവർക്ക്, ഇല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ സെലക്ട് ചെയ്ത് വെച്ചവർക്ക് ഇവിടെ 580 കയറി, ഇപ്പൊ തന്നെ 720 കയറി. ഇവിടെ 2 ദിവസം കൊണ്ട് പോയ പോക്ക് കണ്ടില്ലേ. ഓക്കെ, ഇനി ഞാൻ മേടിച്ചത് എന്തിനാണ്? ഞാൻ ഇതിന്റെ 5 ഇയർ എടുത്തു, മന്ത്ലി എടുത്തിട്ട് ഓൾ ടൈം ഡാറ്റ എടുത്ത് ഞാൻ ഇതിനാ കയറിയത്. ഇതെന്താണ്? ഇതിന്റെ ഓൾ ടൈം ഹൈ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ 650 കയറി. മനസ്സിലായോ? ഞാനിവിടെ 650 ഇതിന്റെ ഓൾ ടൈം ഹൈ കട്ട് ചെയ്തപ്പോൾ ഞാൻ കയറി. ഇത് കണ്ടിന്യൂസ് മുകളിലോട്ട് പോകും എനിക്കറിയില്ല, പക്ഷെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. എനിക്കിവിടെ 600 സ്റ്റോപ്പ് ലോസ് ഉണ്ട്, 50 രൂപ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഞാൻ 20 ക്വാണ്ടിറ്റിയാണ് മേടിച്ചത്. ഓക്കെ, 20 ക്വാണ്ടിറ്റിയാണ് മേടിച്ചത്. ഞാൻ 1000 രൂപ റിസ്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ആ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു 1500 രൂപയോളം പ്രോഫിറ്റ് തന്നിട്ടാണ്. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഇന്നലെ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഞാൻ വിൽക്കുമോ? ഇല്ല. ഒന്നെങ്കിലും എൻ്റെ 1000 രൂപ പൊക്കോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇതിനെ ഒരു 800-900 വിൽക്കും. അതായത് 50 രൂപ റിസ്ക് എടുത്ത് ഞാൻ ഒരു 5000 രൂപ ലാഭത്തിൽ വിൽക്കും. മനസ്സിലായി? അതാണ് DCM ശ്രീറാമിലെ എൻ്റെ പ്ലാൻ. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ എടുത്ത് സ്റ്റോക്കുകൾ നോക്കണം. എത്ര സ്റ്റോക്കുകളുണ്ട്? 217 സ്റ്റോക്കുകളുണ്ട്. ഓക്കെ, ഈ 217 സ്റ്റോക്കുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം. നിങ്ങൾ ജോലിയുള്ളവരാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ അനലൈസ് ചെയ്യുന്ന ഏതാണ്? വീക്ക്ലി ചാർട്ടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഡെയിലി ചാർട്ടിലെ 52 വീക്ക് ഹൈയിൽ കയറിയിട്ട് പെട്ടെന്ന് 5-6% എടുത്ത് ഇറങ്ങി വരുന്നതിൽ തെറ്റില്ല, എതിരഭിപ്രായവും ഇല്ല. പക്ഷെ ഞാൻ അതിനേക്കാൾ കൂടുതൽ നിങ്ങളോട് പറയുക, നിങ്ങൾ വീക്ക്ലി ചാർട്ട് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതിനോടാണ് എനിക്ക് പിന്നെയും കുറച്ചുകൂടെ താല്പര്യം. ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ആണ് അല്ലേ. സോ ഇതിന് മുകളിൽ പോയാൽ എന്താണ്? നല്ലൊരു റാലി നടത്താൻ വേണ്ടി പറ്റും അല്ലേ. സോ ഇതിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ബൈ കൺസിഡർ ചെയ്യാം. റിസ്കി പ്ലേയേഴ്സിന് ഇവിടുന്നേ കയറാം. കാരണം എന്താണ്? ഈ ഒരു ഹൈ ടേക്കൺ ഔട്ട് ചെയ്തത് കൊണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നപ്പോഴും ഈ ക്യാൻഡിൽ ഇവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും
നമുക്ക് ഇവിടെ ചെറിയൊരു റിസ്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇവിടെ നമ്മളുടെ വേറെ ഒരു ക്രൈറ്റീരിയ മീറ്റ് ആകുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് പുൾ ബാക്ക് മീറ്റ് ആകുന്നില്ല, സെക്കൻഡ് നമ്മളുടെ മൂവിങ് ആവറേജ് ട്രെൻഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, മൂവിങ് ആവറേജിന്റെ ഡൈനാമിക് ബാൻഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് റിസ്കി ആയിരിക്കും. കാരണം എന്താണ്, ഇതിന്റെ മൂവ്മെന്റ് ഉണ്ടോ, ബും ബും ബും, ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വരും, മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഡബിൾ ബിൽഡപ്പ് ഇല്ലെങ്കിൽ ഡബിൾ പ്രഷർ കൊടുക്കുന്നില്ല, ഇവിടെ സെല്ലേഴ്സിനുള്ളൊരു കൺസോൾട്ടേഷൻ കിട്ടിയിട്ടില്ല. സോ ചിലപ്പോൾ ഇവിടം വരെ പോയിട്ട് ബും താഴോട്ട് വരാം. പക്ഷെ ഇതൊരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ആണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 1000 രൂപയുടെ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇവിടെ എന്ത് പറ്റും, ഇവിടെ കയറാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ 5-6% എടുത്ത് ഇറങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ? ഈ റെസിസ്റ്റൻസിൽ 250 കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ 285, ഏകദേശം 10-15% ലാഭം എടുത്ത് ഇറങ്ങാൻ പറ്റിയതിനെ ആർക്ക്? 1 to 10 days ഹോൾഡ് ചെയ്യാൻ, ഡെയിലി ചാർട്ട് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. സാക്സോഫ്റ്റ് ഇത് ഞാൻ എടുത്തതായിരുന്നു. ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ വിറ്റതായിരുന്നു ആക്ച്വലി. ഞാൻ ഏത് പോയിന്റിലാണ് കയറി? ഞാൻ ഇച്ചിരി ഏർലി എൻട്രി എടുത്തു. ഇവിടെ ആണെന്ന് തോന്നുന്നു ഞാൻ കയറി. ഓവർ കോൺഫിഡൻസിന്റെ പുറത്ത് ഇവിടെ കയറി, പിന്നെ തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തില്ല, ഞാനത് വേണ്ടാന്ന് വെച്ചു. കാരണം എന്താണ്, ഇത് ഫസ്റ്റ് പുൾ ബാക്ക് ട്രെൻഡ് ചേഞ്ച് ആണ്, ഫസ്റ്റ് പുൾ ബാക്ക് ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ബ്രേക്ക് ഔട്ട് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു പോക്കിന് പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല, പെട്ടെന്ന് താഴോട്ട് വന്നു. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എൻട്രി റോങ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തു. ഈ ഹൈ കട്ട് ചെയ്യുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു, പക്ഷെ പിന്നെ ഈ സ്റ്റോക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കാണുന്നത് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടാണ്. സോ ഈ ഒരു പോയിന്റ് എത്രയാണ്, ഇതെന്ന് പറഞ്ഞ ഒരു 400 ലെവലാണ്. ഈ ഒരു 400 ലെവലിൽ കയറിയാൽ തന്നെ ഒറ്റ 2-3 ദിവസം കൊണ്ട്, ഇല്ല 2 ആഴ്ച കൊണ്ട് എത്രയാണ്, 520 എത്തി, 20% മുകളിൽ പോയി. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 52 വീക്ക് ഹൈ സ്റ്റോക്കുകൾ സമയം കിട്ടുന്നത് പോലെ നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾ വീക്കിലി അനലൈസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞേ, നിങ്ങൾ വീക്കിലി ചാർട്ട് എടുത്ത് വീക്കിലി അനലൈസ് ചെയ്ത് വീക്കിലി എൻട്രി കണ്ടുപിടിക്കുക. ഇതൊക്കെ വീക്കിലിയാണ്. നിങ്ങൾ ഞായറാഴ്ച ഒരു സമയം കിട്ടുന്ന എൻട്രി 2 മണിക്കൂർ എടുത്തിട്ട് അനലൈസ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള എൻട്രി കണ്ടുപിടിക്കുക, ഇതിൽ ചെയ്യുക. ഇതാണ് നമ്മളുടെ സെക്കൻഡ് സ്ട്രാറ്റജി. ഈ 2 സ്ട്രാറ്റജീസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫസ്റ്റ് പുൾ ബാക്ക്, രണ്ടാമത്തെ എന്താണ് 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട്. 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ടിനോടൊപ്പം എന്താണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് നോക്കും, ഓൾ ടൈം ഹൈയിൽ നോക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്കാനർ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ 2 സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.